ഡോക്ടർ പറഞ്ഞത് പ്രകാരം 8-ാം തീയതി കരിമ്പൂരാടം നക്ഷത്രം. പ്രശ്നമാണല്ലോ. എന്ന് വെച്ചാൽ കുഞ്ഞ് ജനിച്ച് 10-ാം വയസ്സിൽ കുഞ്ഞിൻ്റെ അച്ഛന് ആയുസ്സിന് കേടാ. മുന്തിയത് അന്തക്കാല. മരണം ഏകദേശം ഉറപ്പാ. എന്തെങ്കിലും പരിഹാരമുണ്ടോ? ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഒരൊറ്റക്ക സംഖ്യ ദക്ഷിണ വെച്ചോളൂ. പ്രതിവിധി പറയാം. ഞാൻ കൊടുക്കാം. പ്രതിവിധി എന്താന്ന് വെച്ചാൽ കരിമ്പൂരാട നാളിൽ കുഞ്ഞ് ജനിക്കരുത്. അതെങ്ങനെ? നല്ലൊരു നാൾ നോക്കി സിസേറിയൻ അവിടെ ചെയ്യാ. എങ്ങനെയുണ്ട്? 500 പോയി. അതായത് ഭരണിയാണ് ഉത്തമം. കേട്ടോ, ഞാൻ ജീവനോടെ ഉണ്ടെങ്കിൽ നീ പറയുന്ന കാര്യം നടക്കത്തില്ല. കണിയാൻ പറഞ്ഞ അച്ചട്ട സോമചേട്ടാ, അയാളോട് പോകാൻ പറ. അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാ ഇവിടെ ഒന്നും സംഭവിക്കത്തില്ല. നമുക്ക് മനസ്സമാധാനമല്ലേ സോമചേട്ടാ? ചേട്ടാ പെണ്ണ് പറ്റില്ല. അതിനുമുമ്പ് നക്ഷത്രവും കിടി ജാതവും കുറിച്ചു തന്ത തട്ടിപ്പോകുന്നല്ലേ? ഇതിനുള്ള മറുപടി ഞാൻ കൊച്ചിന്റെ 10-ാം വയസ്സിൽ പറയാം. ശാലിനി, എനിക്ക് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം പറയാനുണ്ട്. പതിവില്ലാതെ സിനിമയ്ക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി. എന്നതാ കോള്? എൻ്റെ ദേഹത്തൊരു പോറിൽ വീഴുന്ന കൂടി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. നമ്മൾ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാൽ അവർ ഉറപ്പായിട്ടും നിന്റെ വയറ്റിൽ കത്തി വെക്കും. അതിന് നമുക്ക് ഈ പ്രസവം നമ്മുടെ വീട്ടിൽ വെച്ച് നടത്താം. വിവരമില്ലേ നിങ്ങൾക്ക്? പ്രസവം ഒന്ന് കേൾക്കുമ്പോഴേ എനിക്ക് പേടിയാ, പിന്നല്ലേ വീട്ടിൽ വെച്ച്. ശാലിനി, പ്രസവം ഒരു പ്രക്രിയയാണ്, അത് നടന്നോളൂ. തേങ്ങാ കൊലയാണ് പ്രക്രിയ എന്നൊക്കെ ആണുങ്ങൾക്ക് വെറുതെ അങ്ങ് പറഞ്ഞാൽ മതിയല്ലോ. സോമചേട്ടന്റെ പിടിവാശി ഇവിടെ കാണിക്കല്ലേ. ഞാൻ എൻ്റെ കൈ വെച്ച് എന്തോരം പ്രസവം എടുത്തിരിക്കുന്നു. പശുവിന്റെ പ്രസവം എടുക്കുന്ന പോലെയാണോ ഇത്? ശാലിനി, അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ട് മാത്രമേ നമ്മൾ പ്രസവം നടത്തുകയുള്ളൂ. നിനക്കെന്നെ വിശ്വാസമില്ലേ? ഇനിയിപ്പൊ ഞാൻ സമ്മതിച്ചാൽ തന്നെ എന്റെ വീട്ടുകാർ സമ്മതിക്കോ? വെറുതെ നാട്ടുകാരെ കൊണ്ട് ഓരോന്ന് പറയിക്കാനായിട്ട്. എനിക്ക് നിന്റെ സമ്മതം മാത്രം മതി, വേറെ ഒരാളുടെ സമ്മതം വേണ്ട. സോമൻചേട്ടൻ പറഞ്ഞ എന്തെങ്കിലും കാര്യത്തിന് ഞാൻ ഇതുവരെ എതിര് പറഞ്ഞിട്ടുണ്ടോ? പക്ഷെ എന്റെ കുഞ്ഞിന്റെ ജീവൻ വെച്ച് കളിക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഹലോ ഹലോ, ചന്തു അല്ലേ? അതെ. സോമചേട്ടൻ ഓഫീസിൽ വന്നായിരുന്നോ? ഇല്ല ചേച്ചി, ചേട്ടൻ ഇതുവരെ വന്നിട്ടില്ല. എവിടെങ്കിലും പോകുന്ന കാര്യം വല്ലതും പറഞ്ഞായിരുന്നോ? ഇല്ല, പറഞ്ഞില്ല. ചേട്ടൻ അങ്ങനെ പറയാതെ അങ്ങോട്ടും പോവാറില്ലല്ലോ. ഞാൻ എവിടെയെങ്കിലും അന്വേഷിക്കണോ? വേണ്ട, വന്നാലൊന്ന് വിളിക്കാൻ പറഞ്ഞാൽ മതി. ആ ശരി, ഞാൻ പറഞ്ഞേക്കാം. അമ്മേ, നീ ഇത് ആരോട് പറയാതെ എവിടെ പോയതാ? ഇവിടെ ഒരു പെൺകൊച്ചു മാസം തികഞ്ഞിരിക്കുവാണെന്നുള്ള വല്ല വിചാരം ഉണ്ടോ നിനക്ക്? ചെറുക്കൻ എന്നെ കൂട്ടാൻ വേണ്ടി വന്നതാണ് ചെല്ലാനത്ത്. നിങ്ങളാരാ? വൈറ്റാട്ടി. വൈറ്റാട്ടിയോ? എന്തോന്നിന്? അത് ശരി, ഇവിടെയൊക്കെ വൈറ്റാട്ടികൾ കളക്ടറിന്റെ പണിയാണ് ചെയ്യണത്. ആരെ? എൻ്റെ ഭാര്യയുടെ അമ്മയാ. ആ അതാണ്. ശരിയായിക്കോളൂ. സോമ, നീ എന്തോന്ന് ഉദ്ദേശിച്ച? എന്റെ കൊച്ചിന് എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ. എന്ത് സംഭവിക്കാൻ? പൂവമ്പഴം പോലെ പേറിയാൻ എടുത്തു തരും.
ഒരു ഈച്ച കുഞ്ഞു പോലും അറിയാതെ. അതിന് അവിഹിത ഗർഭമൊന്നുമല്ല. എന്ന് വെച്ച് പ്രസവം ടിക്കറ്റ് വെച്ച് ആളെ കൂട്ടി ചെയ്യാൻ പറ്റുമോ? സോമ, ഇവരിവിടെ ഉണ്ടെങ്കിൽ ഞാൻ എൻ്റെ മോളെയും കൊണ്ട് ഇപ്പം ഇറങ്ങി വീട്ടിൽ നിന്ന്. അങ്ങനെയാണെങ്കിൽ അച്ഛനും അമ്മയും പോയിക്കോളൂ. എടി ഒന്നും എടുക്കാൻ നിൽക്കണ്ട, ഇപ്പൊ ഇറങ്ങിക്കോണം. ഒരു സൂചി കുത്തിയാൽ പോലും നെഞ്ചു പിടക്കണ അമ്മമാരാണ് ഈ പിച്ചാത്തോണ്ട് കീറാൻ പിടിച്ചോണ്ട് പോണത്. ഞാൻ പേരെടുത്ത ഒരു തള്ളയും പുള്ളയും ചത്തിട്ടില്ല. വാ മോളെ, ഇറങ്ങാം. വേണ്ട മോളെ. വാ ചേട്ടാ, നമുക്ക് പോവാം. ജാനകി വാ. ശരി. അതെ, ചേട്ടത്തി വന്നത് അമ്മയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. ചേട്ടത്തി വന്ന അമ്മയ്ക്ക് മാത്രമല്ലല്ലോ, എൻ്റെ അമ്മയ്ക്കും എൻ്റെ അച്ഛനും ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് എനിക്കറിയാം. ചേട്ടത്തി അന്ന് നിൻ്റെ ചെവിയിൽ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തത്? കൈയെടുക്ക്. പറയ്. ആണോ? ഞാൻ 8 പേര് പറ്റതാണ്. അന്നൊക്കെ നിറവരമായിട്ട് കക്കവാരം പോവായിരുന്നു. പണിയെടുത്ത് കിടന്നാലേ ഈ പേരൊക്കെ പുട്ടുപോലെങ്കിൽ പോലും. ഇപ്പോഴത്തെ പെൺപിള്ളേർക്ക് പണിയെടുക്കണ്ടല്ല, മുറ്റൊടിക്കൂല, വെള്ളം കോരൂല, അടപ്പിൽ തീയൂതണ്ട, എന്നിട്ട് സുഖപ്രസവവും വേണം. ആ മോനെ പിന്നെ തൈലം പാലാരിഷ്ടം ധന്യന്ത്രം കുഴമ്പ് പിന്നെ ഇരട്ടി മധുരം. ഇതൊക്കെ വേഗം മരുന്നിടന്ന് മേടിച്ച് വെച്ചേക്കണോട്ടാ. പിണ്ണതയിലും മാറി നിൽക്കണം. പിടിച്ചില്ല. ചേച്ചി ഒരു ദിവസം 2 നേരം വെച്ച് കുറുന്തോട്ടി പാൽ കഷായം കൊടുക്കുമായിരുന്നു. 8-ാം മാസം നിർത്തിയത്. പിന്നെ ചേച്ചി പറഞ്ഞ കുഴമ്പൊക്കെ ഉപയോഗിച്ചാണ് ഞാനും കൂടെ കുളിക്കുന്നത്. മതിയുടെ ചക്കരെ ധൈര്യമായിട്ടിരുന്നോ, ഒരു കുഴപ്പമുണ്ടാവില്ല.